79 ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അട്ടിമറി നടന്നു, കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടു എന്നുള്ള വ്യാപകമായ പരാതി, ഒന്നും രണ്ടുമല്ല, വ്യാപകമായ പരാതി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ലഭിച്ച ഒരു വിവരമാണ്. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ്. രാജീവ് കുമാർ ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ മറ്റ് ഏതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ അഴിമതിയുടെ പേരിൽ വലിയ തോതിൽ പഴികേട്ട ഒരു വ്യക്തിയാണ്. മറ്റു പല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പല തോതിലും പ്രതിപക്ഷ പാർട്ടികൾ പല ആരോപണങ്ങൾ ഉന്നയിക്കുമെങ്കിലും അതൊന്നും അടിസ്ഥാനപരമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യമല്ല. എന്നാൽ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പല കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പല ഡാറ്റകളും പുറത്തുവിടാൻ തുടങ്ങി. അതൊരുപക്ഷെ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ അതിശക്തമായി ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്ന ആരോപണം കൂടി ശക്തമായി പ്രതിഫലിച്ചു. എന്നാൽ കൈക്കൂലി വാങ്ങിയോ, അത്തരത്തിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ലാഭമുണ്ടാകുന്നത്, അങ്ങനെയുള്ള കറപ്ഷൻ ഏത് തരത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും, അദ്ദേഹം കറപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ തെളിയിക്കും, ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. നമുക്കറിയാം, സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബുച്ച് അവർ നിഴൽ കമ്പനികളിൽ, ഇന്ത്യയിലുള്ള കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിൽ വൻകിട നിക്ഷേപം അവർ നടത്തിയിരിക്കുന്നു, അവരും അവരുടെ ഭർത്താവും അഴിമതിക്കാരാണ് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം വന്നു. ഇവിടെയാണ് നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ ഇഡിയും അതുപോലെ തന്നെ കസ്റ്റംസും നടത്തിയ റെയ്ഡും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസ് ഡൽഹിയിലെ വസതിയായിരുന്നാലും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ BJP കാണിച്ച ആവേശം, അതിനുവേണ്ടി നടത്തിയ പൊല്ലാപ്പുകളും നമുക്കറിയാം. BJP ഏറ്റവും കൂടുതൽ ഭയക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ. കാരണം എവിടെയെല്ലാം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനോ സംസ്ഥാന സർക്കാരുകളെ വീഴ്ത്താൻ ശ്രമിക്കൂ, അവിടെ DK ശിവകുമാർ കോൺഗ്രസിന്റെ രക്ഷകരായി സാധാരണ നിലയിൽ എത്താറുണ്ട്. അദ്ദേഹത്തിന് സ്വകാര്യ കമ്പനികളുണ്ട്, അത് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്രോതസ്സുകളെയെല്ലാം നിർവീര്യമാക്കാൻ ഒരു ശ്രമം നടത്തി. ഇത്തരത്തിൽ BJP കോൺഗ്രസ് അനുകൂല സംഘടനകളെയും കോൺഗ്രസ് നേതാക്കളെയും കൃത്യമായി ഉന്നം വെക്കുമ്പോഴാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഒരു വെടി പൊട്ടിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന രാജീവ് കുമാറിന്റെ കാലഘട്ടത്തിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട പരാതി അത് മുഖവിലയ്ക്ക് എടുക്കും. അത് ഒരു വലിയ ട്വിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.